ഹായ് ഓൾ, വെൽക്കം ബാക്ക്. സോ നിങ്ങളെല്ലാവരും ഇപ്പോൾ മോഡൽ എക്സാമിൻ്റെ അതുപോലെ റിവിഷനൊക്കെ തിരക്കിലായിരിക്കും അല്ലേ? സോ ഇനി ഒരു ഫസ്റ്റ് റൗണ്ട് ഓഫ് റിവിഷനെങ്കിലും കംപ്ലീറ്റ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കറിയാം. നമുക്കിനി ടേം 1 വളരെ കുറച്ച് സമയം മാത്രമാണ് മുമ്പിലുള്ളത്. പ്രത്യേകിച്ചും മലയാളം സ്റ്റുഡൻറ്റ് ശ്രദ്ധിക്കുക. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് SS എക്സാമിന് പ്രത്യേകിച്ചൊരു ഗ്യാപ്പ് വരുന്നില്ല. 29th മലയാളം എക്സാമാണ്, അതിന് പിറ്റേ ദിവസം 30th സോഷ്യൽ വരുന്നത്. സോ ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. റിവിഷന് പരമാവധി നീട്ടി വയ്ക്കാതെ എത്രയും പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, നമുക്കിന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യനെ ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ ഞാൻ പലപ്പോഴും പറയാനുള്ളത് പോലെ, നിങ്ങളൊരു ക്വസ്റ്റ്യൻ ആൻസർ അറിയില്ല എന്നുണ്ടെങ്കിൽ അത് ബൈ ഹാർട്ട് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ആ ഒരു ക്വസ്റ്റ്യൻ വരുന്ന എൻ്റെ ഏരിയയാണ് ഒന്നുകൂടെ റിവൈസ് ചെയ്യേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് നിങ്ങളുടെ CBSEയുടെ റിയൽ മോഡൽ അതനുസരിച്ചുള്ള ആ ഒരു പാറ്റേൺ വരുന്ന ക്വസ്റ്റ്യൻ പേപ്പറാണ്. സോ യു ക്യാൻ സി സെക്ഷൻ എയിൽ നിങ്ങൾക്ക് 24 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ബട്ട് യു ഹാവ് ടു അറ്റൻഡ് എനി 20 ക്വസ്റ്റ്യൻസ് ഓൺലി. Question number 1. Who celebrated the national struggle through his operas, music, turning folk dances like the Polonaise and Mazurka into nationalist symbols? ഇപ്പോൾ ഈ ടോപ്പിക്ക് വരുന്ന ഏത് ഏരിയയിലായിരുന്നു നമുക്കറിയാം? റൊമാൻറ്റിസിസം. നമ്മൾ ഏരിയയിൽ പഠിച്ച കാര്യമായി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. എല്ലാവർക്കും ആൻസർ ആയിട്ട് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, കരോൾ കുർപ്പിൻസ്കി. Question number 2. What was seen as a symbol of the struggle against Russian dominance? Use of Romanticism, use of culture, use of Polish language, use of Prussian language. നമുക്കറിയാം, റഷ്യ പോളണ്ട് കോൺക്രീ ചെയ്ത കാര്യം. നമ്മൾ ഇതും വരുന്ന റൊമാൻസിസം എന്നുള്ള ടോപ്പിക്കിൻ്റെ കീഴിലായിരുന്നു. റഷ്യ പോളണ്ട് കോൺക്രീ ചെയ്യുകയും അവിടെ പോളിഷ് ലാംഗ്വേജ് അവർ ബാൻ ചെയ്തു. അപ്പോൾ അവിടുത്തെ ആളുകൾ എന്ത് ചെയ്തു? ഈ പോളിഷ് ലാംഗ്വേജ് ആണ് അതൊരു റെസിസ്റ്റൻസിന് വേണ്ടി അവർ യൂസ് ചെയ്തത്. സോ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് യൂസ് ഓഫ് പോളിഷ് ലാംഗ്വേജ് ആണ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 3. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം പൊളിറ്റിക്കൽ സയൻസ്. ഹു ക്യാൻ മേക്ക് ലോസ് റിലേറ്റിംഗ് ടു ദ സബ്ജക്റ്റ് മെൻഷൻ ഇൻ ദി യൂണിയൻ ലിസ്റ്റ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം, യൂണിയൻ ലിസ്റ്റ് വരുന്ന സബ്ജക്റ്റ് ആണെങ്കിൽ അവിടെ ലോ മേക്ക് ചെയ്യാനുള്ള പവർ വരുന്നത് യൂണിയൻ ഗവൺമെൻറ്റിനാണ്, അതർവൈസ് നോൺ ആസ് സെൻട്രൽ ഗവൺമെൻറ്. രണ്ടും ഒന്നാന്ന് ഓർക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഓപ്ഷനിൽ തരുന്നതായിരിക്കും സെൻട്രൽ ഗവൺമെൻറ് എന്നായിരിക്കും. ബട്ട് ബോത്ത് ആർ സെയിം. യൂണിയൻ ഗവൺമെൻറ് ആൻഡ് സെൻട്രൽ ഗവൺമെൻറ്റ്സ് ആർ സെയിം. ക്വസ്റ്റ്യൻ നമ്പർ 4 ഫ്രം ഹിസ്റ്ററി. യൂണിഫിക്കേഷൻ ഓഫ് ജർമ്മനി ടു പ്ലേസ് ബിറ്റ്വീൻ. അവിടെ നിങ്ങൾക്ക് 4 ഇയേഴ്സ് തന്നിട്ടുണ്ട്. അതിൽ ഏത് ഇയറിനുള്ളിലാണ് യൂണിഫൈഡ് ജർമ്മനി കംപ്ലീറ്റ് ആയത്? നമുക്കറിയാം, ഈസി ആൻസറാണ്, ഈസി ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ബിറ്റ്വീൻ 1860 to 1871. ഓക്കെ, അഗെയിൻ എ ക്വസ്റ്റ്യൻ ഫ്രം ഹിസ്റ്ററി. ഹു എമംഗ് ദ ഫോളോയിങ് ലീഡേഴ്സ് ഫോംഡ് എ സീക്രട്ട് സൊസൈറ്റി കോൾഡ് യങ് ഇറ്റലി? നിങ്ങൾക്ക് പലപ്പോഴും പലയിടത്തും കണ്ട് പരിചയമായ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ വരുന്നില്ല അവിടെ. നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, മസീനിയാണ് യങ് ഇറ്റലി ഫോം ചെയ്തത്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 6. ചൂസ് ദി കറക്റ്റ്ലി മാച്ച്ഡ് പെയേഴ്സ് അബൌട്ട് മന്ത്സ് ആൻഡ് ക്രോപ്പിംഗ് സീസൺ. ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഫ്രം ദ ചാപ്റ്റർ അഗ്രികൾച്ചർ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ചില ക്വസ്റ്റ്യനിൽ കറക്റ്റ്ലി മാച്ച് എന്ന ടേം യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതുപോലെ ചില ക്വസ്റ്റ്യന് വന്നിട്ടുണ്ടായിരിക്കുക ഇൻകറക്റ്റ്ലി മാച്ച്ഡ് ആയിട്ടുള്ള പെയേഴ്സ് യൂസ് ചെയ്യുന്നതായിരിക്കും. അത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം. ചിലപ്പോൾ നിങ്ങൾ കറക്റ്റ്ലി എന്നുള്ള ഇൻകറക്റ്റ്ലി എന്ന് വായിക്കുമ്പോൾ തന്നെ നേരെ തിരിച്ചും വായിക്കാൻ ചാൻസ് ഉണ്ട്. കറക്റ്റ്ലി എന്ന് കൊടുത്ത് ചിലപ്പോൾ നിങ്ങൾ ഇൻകറക്റ്റ്ലി എന്ന് വായിക്കും. അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് കറക്റ്റായി മാച്ച് ചെയ്ത പെയേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. മന്ത് പഠിച്ച കാര്യമായിരുന്നു ക്രോപ്പിംഗ് സീസൺ. ഓൺസെറ്റ് ഓഫ് ഒക്ടോബർ ടു ഡിസംബർ സെയ്ദ്, ഓൺസെറ്റ് ഓഫ് മൺസൂൺ ഖാരീഫ്, ഓൺസെറ്റ് ഓഫ് വിൻറ്റേഴ്സ് റാബി, ഏപ്രിൽ ടു മെയ് സമ്മർ. ഏതാണ് ഇതിൽ കറക്റ്റായിട്ട് മാച്ച് ചെയ്തിരിക്കുന്നത്? നമുക്കറിയാം, ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വന്നിരിക്കുന്നത്. ഓൺസെറ്റ് ഓഫ് മൺസൂണിൽ വരുന്നതാണ് ഖാരിഫ് ക്രോപ്പ്. സോ ഓപ്ഷൻ ബി ഈസ് കറക്റ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 7. ഇറ്റ്സ് ആൾസോ ഫ്രം ദ സെയിം ചാപ്റ്റർ അഗ്രികൾച്ചർ. റാബി ഈസ് എ ക്രോപ്പിംഗ് സീസൺ ആൻഡ് ദ റാബി ക്രോപ്സ് ആർ ഹാർവസ്റ്റഡ് ഇൻ. റാബി ക്രോപ്സ് ഏത് മാസമാണ് ഹാർവസ്റ്റ് ചെയ്യുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. മൺസൂൺ ആണോ, വിൻ്റർ ആണോ, സമ്മർ ആണോ, ഓട്ടം ആണോ? നമുക്കറിയാം, കറക്റ്റ് ആൻസർ വരുന്നത് ഇതൊരു ഏപ്രിൽ മെയ്ൻ്റെ ഉള്ളിലാണ് നമ്മൾ ഹാർവസ്റ്റ് ചെയ്യുന്നത്. സോ സമ്മർ സീസണാണ് കറക്റ്റ് ആൻസർ. നമ്മളിതെല്ലാം നിങ്ങൾക്ക് ടേം 1 ആൻഡ് ഈവൻ ടേം 2, ടേം 1 ടേം 2 എല്ലാ പോർഷൻസും നമ്മുടെ വീഡിയോസിൽ കവർ ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഡൗട്ടുള്ള ഏരിയാസ് ഉണ്ട്, അതുകൂടെ ആ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ ഇത്തരം ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാൻ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 8 ഫ്രം ജോഗ്രഫി. വിച്ച് one among the following is the method to control degradation? Deforestation, intensive cultivation, overgrazing, afforestation. വളരെ ഈസി ക്വസ്റ്റ്യൻ അല്ലേ? ഡീഗ്രഡേഷൻ കൺട്രോൾ ചെയ്യാനുള്ള മെത്തഡാണ് ചോദിച്ചത്. ഡീഗ്രഡേഷന് കോസ് ആവുന്ന ഫാക്ടർ അല്ല. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി ആണ്. മറ്റതെല്ലാം ഡീഫോറസ്റ്റേഷന് കാരണമാവുന്ന
ഫാക്ടേഴ്സാണ്. സോ ഓപ്ഷൻ ഡി ഈസ് ദ കറക്റ്റ് ആൻസർ. Now question number 9. Which one of the following crops is an example of rabi cropping season? റാബിയുടെ എക്സാമ്പിൾ ആണ് ചോദിച്ചിട്ടുള്ളത്. വാട്ടർമെലൺ, കുക്കുംബർ, മെയ്സ്, ബാർലി. ആൻസർ കിട്ടി വിചാരിക്കുന്നു. ബാർലിയാണ് എക്സാമ്പിൾ. Now question number 10. Which one of the following is the main reason for degradation in Punjab? നമ്മുടെ ക്ലാസ് വീഡിയോയിൽ ഓരോ റീജിയനിലെയും ഓരോ സ്റ്റേറ്റിലെയും ലാൻഡ് ഡിഗ്രഡേഷൻ്റെ കോസ് സെപ്പറേറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പഞ്ചാബിലെയാണ്. ഇൻറ്റൻസീവ് കൾട്ടിവേഷൻ ആണോ, ഓവർ ഇറിഗേഷൻ ആണോ, ഡിഫോറസ്റ്റേഷൻ ആണോ, ഓവർ ഗ്രേസിംഗ്? നമുക്കറിയാം പഞ്ചാബ് എന്ന് പറയുന്ന ഒരു അഗ്രികൾച്ചറൽ സ്റ്റേറ്റ് ആണ്. അവർ ഒരുപാട് ഇറിഗേഷൻ യൂസ് ചെയ്യുന്ന ഒരു ഏരിയ ആണത്. സോ ഓവർ ഇറിഗേഷനാണ് പഞ്ചാബിലെ മെയിൻ കോസ് ഫോർ ലാൻഡ് ഡിഗ്രഡേഷൻ. Now question number 11. When was the use of English for official purposes stopped? ഇത് സിവിക്സിൽ വരുന്ന ടോപ്പിക്കാണ്. ഏത് വർഷമാണ് നമ്മളവിടെ ലിംഗ്വിസ്റ്റിക് സൈൻസിൻ്റെ കാര്യം പറഞ്ഞ സമയത്തായിരുന്നു ഈ ഒരു പോയിന്റ് വന്നിട്ടുള്ളത്. ഇന്ത്യയിലെ ഒഫീഷ്യൽ പേർപ്പസിന് ഇംഗ്ലീഷിൻ്റെ യൂസേജ് നിർത്തിയത് ഏത് വർഷമാണ്? കറക്റ്റ് ആൻസർ ഓപ്ഷൻ ഡി ആണ്, 1965. Now question number 12. Modern democracies maintain check and balance system. Identify the correct option based on the horizontal power sharing management. ഇതിൽ ഏത് ടൈപ്പിലാണ് ഹൊറിസോണ്ടൽ പവർ വരുന്നത്? സെൻട്രൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, ലോക്കൽ ബോഡീസ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, എമംഗ് ഡിഫറെൻറ്റ് സോഷ്യൽ ഗ്രൂപ്പ്സ്, എമംഗ് ഡിഫറെൻറ്റ് പ്രഷർ ഗ്രൂപ്പ്സ്. ഏതായിരിക്കും? ഇപ്പോൾ ചെറിയ ഡയറക്റ്റ് ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയായിരുന്നു. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മൂന്നും വരുന്നത് ഒരു ഹൊറിസോണ്ടൽ രീതിയിലാണ്. മൂന്നിനും ഏകദേശം ഈക്വൽ പവേഴ്സാണ് വരുന്നത്. ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. സോ ഇറ്റ് ഈസ് നോൺ ആസ് ഹൊറിസോണ്ടൽ ഡിവിഷൻ ഓഫ് പവർ. Now, easy question. Where was the first international earth summit held? പ്രത്യേകിച്ച് ഓപ്ഷൻ്റെ ആവശ്യമില്ല, അല്ലാത്ത നിങ്ങൾക്ക് അറിയുന്ന ആൻസറാണ്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, റിയോ ഡി ജനീറോ. Now question number 14. Which of the following aspects signify the image of Germania? ഇത് നമ്മൾ കേൾക്കാത്തവരും ശ്രദ്ധിച്ച് നോക്കുക. പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻസിനെ മാത്രം നിങ്ങൾക്ക് ടേമിന് വരാവുന്ന പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് കാർട്ടൂൺ ബേസ്ഡ് ക്വസ്റ്റ്യൻ ആൻസർ. നമ്മളത് പറഞ്ഞ കാര്യമായിരുന്നു. ജർമ്മനിയുടെ ഏത് ആസ്പെക്റ്റാണ് ആ ഇമേജിൽ സിഗ്നിഫൈ ചെയ്യുന്നത്? ഓസ്ട്രിറ്റി ആൻഡ് അസെറ്റിസം, ഹീറോയിസം ആൻഡ് ജസ്റ്റിസ്, റിവെഞ്ച് ആൻഡ് വെനജൻസ്, ആൻഡ് ഫോക്ക് ആൻഡ് കൾച്ചർ ട്രഡീഷൻ. സോ കറക്റ്റ് ആൻസർ നിങ്ങൾക്കറിയാം, നമ്മളന്ന് പിക്ചർ വെച്ച് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആയിരുന്നു ഇത്, ഹീറോയിസം ആൻഡ് ജസ്റ്റിസ്. ക്വസ്റ്റ്യൻ നമ്പർ 15. Why is there a need of third level of government in India? തേർഡ് ലെവൽ മീൻസ് നമുക്കറിയാം ഫസ്റ്റ് ലെവൽ ഈസ് യൂണിയൻ ഗവൺമെൻറ്, സെക്കൻഡ് ലെവൽ സ്റ്റേറ്റ് ഗവൺമെൻറ്. അത് കൂടാതെ നമുക്കൊരു വേറെ ലെവലോടെ വരുന്നത് അതാണ് ലോക്കൽ ബോഡീസ് ഓർ പഞ്ചായത്തി രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എ ലാർജ് നമ്പർ ഓഫ് പ്രോബ്ലംസ് ആൻഡ് ഇഷ്യൂസ് വിച്ച് ആർ ബെസ്റ്റ് സെറ്റിൽഡ് അറ്റ് ലോക്കൽ ലെവൽ. ഇന്ത്യൻ സ്റ്റേറ്റ്സ് ആർ ലാർജ് ആൻഡ് ഇൻറ്റേർണലി വെരി ഡൈവേഴ്സ്. നമുക്ക് പല പ്രശ്നങ്ങളും നമുക്ക് ഈ സ്റ്റേറ്റിലോട്ടോ സെൻട്രൽ ഗവൺമെൻറ്റിലോട്ടോ പോകാതെ തന്നെ ലോക്കൽ ലെവലിൽ സോൾവ് ചെയ്യാൻ പറ്റും. മാത്രമല്ല ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റായിട്ടുള്ള റീജിയനാണ്. മാത്രമല്ല അവർക്ക് അവരുടേതായിട്ടുള്ള ഒരുപാട് ഡൈവേഴ്സിറ്റീസും വരുന്നുണ്ട്. ഇതിൽ ഏത് റീസണാണ് കറക്റ്റ്? ബോത്ത് എ ആൻഡ് ബി, നൺ ഓഫ് ദ എബോവ്. എ ആണോ ബി ആണോ, അതോ എയും ബിയും കൂടെയാണോ, അല്ലെങ്കിൽ ഇതിലൊന്നും വരാത്ത ടോപ്പിക്കാണോ? നിങ്ങൾക്കറിയാം കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. ഈ രണ്ട് കാരണം കൊണ്ടുമാണ് നമ്മൾ ഇന്ത്യയിലെ തേർഡ് ലെവൽ ഓഫ് ഗവൺമെൻറ് ഇവിടെ വേണമെന്ന് ആർഗ്യൂ ചെയ്യുന്നത്. Now question number 16. It's from economics. Which of the following is true about development? The notion of development is different for people from different sections of society. The notion of development can never be conflicting for people from different sections of society. The notion of development always go hand in hand for industrialists and tribal people. The notion of development is only associated to higher income. ഇതിലേതാണ് ഡെവലപ്മെൻറ്റുമായിട്ട് കറക്റ്റായിട്ട് മാച്ചായി വരുന്നത്? നിങ്ങൾ ഒരുപാട് ആലോചിക്കേണ്ട ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് പോയിന്റ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, നമ്മൾ പഠിച്ച കാര്യമായിരുന്നു. ദ നോഷൻ ഓഫ് ഡെവലപ്മെൻറ്റ് ഈസ് ഡിഫറെൻറ്റ് ഫോർ ഡിഫറെൻറ്റ് പീപ്പിൾ ഫ്രം ഡിഫറെൻറ്റ് സെക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. കോൺഫ്ലിക്റ്റിംഗ് ഗോൾ, അതുപോലെ ഒരുപാട് ഗോൾസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇത് കറക്റ്റായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. Now question number 17 again from economics. Which sector acts
as an aid or support to the other sectors in the economy. Primary, secondary, allied, tertiary. പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യം നമുക്കറിയാം ടെറിഷറി സെക്ടറാണ് മറ്റ് സെക്ടേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ദാറ്റ്സ് വൈറ്റ് ഈസ് നോൺ ആസ് സർവീസ് സെക്ടർ. Now question number 18. Which of the following is the another name for primary sector? നമുക്കറിയാം അതർ നെയിം ഓഫ് പ്രൈമറി സെക്ടർ എന്ന് പറയുന്നത് ഏതാണ്? അഗ്രികൾച്ചറൽ സെക്ടർ. അതർ നെയിം ഓഫ് സെക്കൻഡറി സെക്ടർ ഈസ് ഇൻഡസ്ട്രിയൽ സെക്ടർ ആൻഡ് ദി അതർ നെയിം ഓഫ് ടെറിഷറി സെക്ടർ ഈസ് സർവീസ് സെക്ടർ. ഈ മൂന്ന് പേരും ഓർത്ത് വയ്ക്കാം. Now one question from history, a direct question. Who hosted the Congress of Vienna in 1815? എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഡ്യൂക്ക് മെറ്റേണിച്ച്. നമ്മൾ ഇദ്ദേഹത്തിൻ്റെ കോട്ട് കൂടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോസിലെല്ലാം. അദ്ദേഹം പറഞ്ഞ കാര്യമായിരുന്നു വെൻ ഫ്രാൻസ് നീസസ് ദ യൂറോപ്പ് ഗെറ്റ്സ് കോൾഡ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 20. വൈൽ ഫ്രം എക്കണോമിക്സ്. വൈൽ ബേക്കിംഗ് എ കേക്ക് the cocoa powder used by the baker is an example of which type of good? Final good, service good, raw good, intermediate good. ഇതെല്ലാം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമായിരുന്നു. കറക്റ്റ് ആൻസർ വരുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. കാരണം ഇവിടെ ഫൈനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേക്കാണ്. ആ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഇത് യൂസ് ഒരു വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻസ് മാത്രമാണ് കൊക്കോ പൗഡർ എന്ന് പറയുന്നത്. സോ സച്ച് പ്രോഡക്ട്സ് ആർ നോൺ ആസ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്. ക്വസ്റ്റ്യൻ നമ്പർ 21. Which one of the following neighboring countries or which of the following neighboring countries has better performance in terms of human development than India? ഇത് നമ്മളൊരു ടേബിൾ വെച്ച് ഡിസ്കസ് ചെയ്ത ടോപ്പിക്കായിരുന്നു. ഇന്ത്യയേക്കാൾ കൂടുതൽ HDI റാങ്ക് വരുന്ന ഒരു കൺട്രി ഏതാണ്? ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ ഓർ പാകിസ്ഥാൻ? ഈസി ക്വസ്റ്റൻ അല്ലേ? ഓപ്ഷൻ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ ബി ആണ്. ശ്രീലങ്ക ഈസ് ദി കറക്റ്റ് ആൻസർ. Now a question from history again. Who was proclaimed King of Italy in 1861? Victor Emmanuel II, Mazzini, Kaiser William I, Otto and Bismarck? A direct question. നമുക്കറിയാം ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, വിക്ടർ ഇമ്മാനുവൽ II. Question number 23. Which of the following is also called average income? National income, per capita income, total income, all of the above. ഇതിൽ ഏതാണ് otherwise known as average income? നിങ്ങൾക്കറിയാൻ വിചാരിക്കുന്നു പെർ ക്യാപിറ്റ ഇൻകം. കാരണം നമ്മൾ കാണുന്ന ഇവിടെ ടോട്ടൽ പോപ്പുലേഷൻ്റെയും അതുപോലെ ആ ഒരു ഇൻകത്തിൻ്റെയൊക്കെ ഡിവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കാണുന്നത്. സോ ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് നോൺ ആസ് ആവറേജ് ഇൻകം. ഇനി നമുക്ക് വരുന്നത് ക്വസ്റ്റ്യൻ നമ്പർ 24. ഇൻ ഉത്തർപ്രദേശ് മോസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് റൺ ഓൺ തെർമൽ പവർ ബട്ട് ഇൻ ഗുജറാത്ത് ഇറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ ദ ഇൻഡസ്ട്രി ടു റൺ ഓൺ സോളാർ എനർജി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ബെസ്റ്റ് ഡിഫൈൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? ഇത്രേ ഉള്ളൂ. ഇവിടെ 4 ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റുമായി കറക്റ്റ് മാച്ചായി വരുന്നത്? ഞാൻ എല്ലാം വായിക്കുന്നില്ല ടു സേവ് ടൈം. നിങ്ങൾക്ക് ഒരുപാട് ലെങ്ത് കൂടിയ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കുറച്ച് മടുപ്പ് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് ഒന്ന് വായിച്ച് നോക്കുക. ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. നമുക്ക് ഓപ്ഷൻ സി മാത്രം വായിക്കാം. Sustainable development refers to the development that meet the needs of the present generation without compromising the ability of the future generation to meet their own needs. നമുക്കറിയാം പലപ്പോഴും ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. ഇപ്പോഴത്തെ ജനറേഷൻ അവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുക മാത്രമല്ല ഫ്യൂച്ചർ ജനറേഷന് കൂടെ അവർ കുറച്ച് കാര്യങ്ങൾ സേവ് ചെയ്ത് വെക്കുന്നു. സോ ദാറ്റ്സ് എ കറക്റ്റ് ഡെഫിനിഷൻ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. നൗ സോ ഫസ്റ്റ് സെക്ഷൻ ഈസ് ഓവർ. നിങ്ങൾക്ക് ഫസ്റ്റ് സെക്ഷൻ എത്ര ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു? ടോട്ടൽ ഓർക്കുന്നുണ്ടായിരിക്കും 24 ക്വസ്റ്റ്യൻസ്. നമ്മളതിൽ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യുന്ന 20 ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ അബൌട്ട് ക്വസ്റ്റ്യൻ സെക്ഷൻ എ. ഇനി വരുന്നത് സെക്ഷൻ ബി ആണ്. സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ചുകൂടി ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് എവിടെ ഓപ്ഷൻ ഉണ്ട് നിങ്ങൾക്കറിയാം. 22 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് അതിൽ 18 ക്വസ്റ്റ്യൻ മാത്രം അറ്റൻഡ് ചെയ്താൽ മതി. ഫസ്റ്റ് ഒരു കാർട്ടൂൺ ബേസ്ഡ് ക്വസ്റ്റ്യനാണ്. ഞാൻ പ്രത്യേകം എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പൊളിറ്റിക്സ് സയൻസിൽ വരാവുന്ന എല്ലാ കാർട്ടൂൺ ബേസ്ഡ് ക്വസ്റ്റ്യനും വെച്ചിട്ടുള്ളത്. സോ ഈ ഒരു കാർട്ടൂൺ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ആൻസർ മാത്രമേ വായിക്കുന്നുള്ളൂ. കറക്റ്റ് ആൻസർ കോൺസെൻട്രേഷൻ ഓഫ് പവേഴ്സ് ഇൻ ഫ്യൂ ഹാൻഡ്സ് ആണ്. എങ്ങനെയെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ കണ്ടു നോക്കുക. അതിലെല്ലാ കാർട്ടൂൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. Now question number 26. Which of the following is correct about
people and their idea about world. Frederick Sorio, Democratic and Social Republic. Ernest Renan, Culture can be found in common people. Napoleon, A common past and present. Johann Gottfried, Democratic countries. ഇതിൽ നിങ്ങൾക്ക് ഓർമ്മയുള്ള നമ്മുടെ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരേ ഒരു കാര്യം മാത്രമേ ചിലപ്പോൾ ചില ആൾക്കാരുടെ ബുക്സ് ആയിരിക്കും കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതായത് പീപ്പിൾ ആൻഡ് ദെയർ ഐഡിയ അബൌട്ട് വേൾഡ്. ചില ആൾക്കാർ അവരുടെ ഐഡിയാസ് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ടാവുക പെയിൻറ്റിങ്സിലൂടെ ആവാം, ചില ബുക്സിലൂടെ ആവാം. ഇതിൽ കറക്റ്റായി വരുന്ന പെയർ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൽ പല ആൾക്കാരുടെ കേട്ട് പരിചയം പോലും ഉണ്ടായിരിക്കില്ല. പക്ഷേ ഒരാളെ പറ്റി നിങ്ങൾക്കറിയാം അല്ലേ? നമ്മൾ നാഷണലിസം യൂറോപ്പ് എന്ന ചാപ്റ്ററിന് തുടക്കത്തിൽ ഡിസ്കസ് ടോപ്പിക്കായിരുന്നു ഫെഡറിക് സോറിയോയുടെ ഉട്ടോപ്യ വിഷനും അതേപോലെ അദ്ദേഹത്തിൻ്റെ ഒരു പെയിൻറ്റിങ്ങും. ആ പെയിൻറ്റിങ്ങിൻ്റെ പേര് ഇതായിരുന്നു ഡെമോക്രാറ്റിക് ആൻഡ് സോഷ്യൽ റിപ്പബ്ലിക്. സോ ദാറ്റ്സ് എ കറക്റ്റ് ആൻസർ. Now question number 27. Why did the weavers in Silesia revolt against contractors in 1845? Identify the appropriate reason from the following option. Contractors did not pay their dues. Contractors appointed few on high posts. Contractors used government policies. Contractors gave them loan or higher interest. ഈസി ക്വസ്റ്റൻ അല്ലേ? നമുക്കറിയാം ഫസ്റ്റ് ഓപ്ഷനാണ് കറക്റ്റ് ആൻസർ. കോൺട്രാക്ടർ ഡിഡ് നോട്ട് പേ ദെയർ ഡ്യൂസ്. അവർക്ക് പലപ്പോഴും പല എമൗണ്ട് കിട്ടാതെ മുടങ്ങിപ്പോകുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദ റെബൽഡ് അഗെയിൻസ്റ്റ് കോൺട്രാക്ടേഴ്സ്. Now question number 28. To which country the leader of unification Otto and Bismarck belongs? Otto and Bismarckൻ്റെ കൺട്രി ഏതാണ് ചോദിച്ചിട്ടുള്ളത്. ബ്രിട്ടൻ, ഫ്രാൻസ്, സ്പെയിൻ, ജർമ്മനി. പ്രത്യേകിച്ച് ഓപ്ഷൻ ഒന്നും ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാത്തിനും കിട്ടാവുന്നതാണ്. ജർമ്മനിയാണ് കറക്റ്റ് ആൻസർ. നൗ ഇവിടെ നിങ്ങൾക്ക് 3 ക്ലൂസ് തന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ 3 ഹിൻസ് തന്നിട്ടുണ്ടായിരിക്കും. ആ 3 ഹിൻറ്റ് വെച്ചുകൊണ്ട് നിങ്ങളവിടെ ക്രോപ്പിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഐഡൻറ്റിഫൈ ദ ക്രോപ്പ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ഫോളോയിങ് ഫീച്ചേഴ്സ്. ഇറ്റ്സ് എ സ്റ്റാപ്പിൾ ഫുഡ് ക്രോപ്പ് ഓഫ് ഇന്ത്യ. എബവ് 100 cm റെയിൻഫാൾ ഈസ് റിക്വയർഡ് ആൻഡ് ഇറ്റ്സ് എ ഖാരിഫ് ക്രോപ്പ്. റൈസ്, വീറ്റ്, മെയ്സ്, പൾസ്. അല്ല, ഒരുപാട് ആലോചിക്കാനൊന്നുമില്ല. ഫസ്റ്റ് പോയിന്റ് തന്നെ ഐ തിങ്ക് ഫസ്റ്റ് ഫീച്ചർ ഈസ് ഇനഫ് to get the answer. Rice is the correct answer. Now question number 30. What kind of resource is pasture land? Individual resource, community resource, international resource, none of these. ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യനാണ് ദ റിസോഴ്സ് ആൻഡ് ഡെവലപ്മെൻറ്റ്. നമുക്കറിയാം പാസ്റ്റർ ലാൻഡ് എന്നൊക്കെ പറയുന്നത് ഇൻഡിവിജ്വൽ റിസോഴ്സാണ്. Now question number 31. Consider the following statements on why is power sharing desirable and select the answer using the codes given below. ഓക്കെ, ഞാൻ ഫുൾ ആൻസർ വായിക്കുന്നില്ല. നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് ഈ വീഡിയോ പോസ് ചെയ്യാം, എന്നിട്ടൊന്ന് വായിച്ച് നോക്കാം. നമുക്ക് ആൻസർ മാത്രം ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇതിലെ കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഓപ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. 1 2 3 ആണോ, 2 3 4 ആണോ, 1 3 4 ആണോ, അല്ലെങ്കിൽ 1 2 4 ആണോ? ഇതിൽ കറക്റ്റ് വരുന്നത് 1 3 4 ആണ്. What is 1? Power sharing is good because it helps to reduce possibility of conflict between social groups. So 1 is correct. And 3 and 4. A democratic rule involves sharing power with those affected by its exercise and who have to leave it with effect. And 4, prudential reason, stress that power sharing will bring out better outcomes, moral reason. Emphasize that very act of power sharing as valuable. നമ്മൾ പഠിച്ച കാര്യമായിരുന്നു ഇത്. നമ്മൾ 2 കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു. വൈ പവർ ഷെയറിംഗ് ഇസ് ഇമ്പോർട്ടൻറ്റ് ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ. പ്രൊഡൻഷ്യൽ റീസൺ ആൻഡ് മോറൽ റീസൺ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 32. ഇതും അതുപോലെ വരുന്നൊരു ക്വസ്റ്റ്യനാണ്. നിങ്ങൾക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടായിരിക്കും, 4 സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യണം വിത്ത് ദ ഹെൽപ്പ് ഓഫ് കോഡ്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ബെൽജിയം ആർ കറക്റ്റ്? ഇപ്പോൾ ഇവിടെ നിങ്ങൾ ആൻസർ ചെയ്യേണ്ടത് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നുള്ളതാണ് പിക്ക് ചെയ്യേണ്ടത്. 59% in the Flemish region speaks Dutch. Another 40% people live in Wallonia region and speak French. Remaining 1% of the Belgium speak Germany. In the capital city Brussels, 60% of people speak French while 40% are Dutch speaking. ഏതായിരിക്കും കറക്റ്റ് ആൻസർ?
ഇതിലെ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ എ ആണ്. അതായത് 1, 2, 3 ഈ 3 ഓപ്ഷനാണ് കറക്റ്റ് വരുന്നത്. ഈ നാലാമത്തെ ഈ ബ്രസൽസിൻ്റെ കാര്യം നിങ്ങൾക്ക് അറിയാം, അതിൽ പറഞ്ഞിരിക്കുന്ന ഫാക്ട്സ് ശരിയല്ല. നൗ ക്വസ്റ്റ്യൻ നമ്പർ 33 അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് 4 ഓപ്ഷൻ കിട്ടുന്നതായിരിക്കും. നിങ്ങളത് വെച്ചിട്ട് അവിടെ ആൻസർ ചെയ്യണം. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ഇൻ എ ഡെമോക്രസി എവറി വൺ ഹാസ് വോയിസ് ഇൻ ദ ഷേപ്പിംഗ് ഓഫ് പബ്ലിക് പോളിസീസ് ആൻഡ് റീസൺ ഇങ്ങനെയാണ്: ഇന്ത്യ ഹാസ് ഫെഡറൽ സിസ്റ്റം. ഡെമോക്രസിയിൽ പബ്ലിക് പോളിസീസ് ഫോം ചെയ്യാൻ എല്ലാവർക്കും ഒരുപോലെ റോളുണ്ട്. ആൻഡ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ കൺട്രിയാണ്. നമുക്ക് ഓരോ ഈ 2 പോയിന്റ് അനലൈസ് ചെയ്ത് നോക്കാം. നമുക്കറിയാം, ഫസ്റ്റ് പോയിന്റ് കറക്റ്റ് അല്ലേ? ആസ് എ ഡെമോക്രാറ്റിക് കൺട്രി നമുക്ക് എല്ലാവർക്കും നമ്മുടേതായിട്ടുള്ള വോയിസ് ഉണ്ട് ഷേപ്പിംഗ് ഓഫ് പബ്ലിക് പോളിസീസ്. സോ ഹിയർ അസേർഷൻ എ എന്ന് പറയുന്നത് കറക്റ്റാണ്. ഇനി അസേർഷൻ ആർ, ഇന്ത്യ ഹാസ് എ ഫെഡറൽ സിസ്റ്റം. ഇന്ത്യ ഒരു ഫെഡറൽ കൺട്രി അല്ലേ? സോ ഇത് രണ്ടും കറക്റ്റാണ്. സോ അസേർഷനും റീസണും കറക്റ്റാണെന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് തമ്മിൽ എന്തെങ്കിലും റിലേഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ടോ? അല്ലേ? രണ്ട് കാര്യമാണ് പറയുന്നത്. ഇന്ത്യ ഫെഡറലേഷൻ ആയതുകൊണ്ടൊന്നുമല്ല നമുക്കിവിടെ ഈ വോയിസ് ഉണ്ടെന്ന് പറയാൻ കാരണം ഇന്ത്യ ഡെമോക്രാറ്റിക് കൺട്രി ആയതുകൊണ്ടാണ്. സോ കറക്റ്റ് ആൻസർ ഇപ്പോൾ എന്ത് വരും? ഈ അസേർഷനും റീസണും തമ്മിൽ പ്രത്യേകിച്ച് യാതൊരു കണക്ഷനും വരുന്നില്ല. നിങ്ങൾ ഇങ്ങനെ വേണം ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. സോ കറക്റ്റ് ഓപ്ഷൻ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഓപ്ഷൻ. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 34. ഇതൊരു മാത്സ് ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു സെപ്പറേറ്റ് വീഡിയോയിൽ. പിക്ചർ ബേസ്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്ന വീഡിയോ ഡിസ്കസ് ചെയ്ത കാര്യമായിരുന്നു. സോ പ്രത്യേകിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നിങ്ങൾക്കറിയാം, ബ്രോക്കൺ ചെയ്യുന്ന ഏതായിരുന്നു? ബീയിങ് ഫ്രീഡ്. സ്വോർഡ് എന്ന് പറയുന്നത് റെഡിനെസ് ടു ഫൈറ്റ്. ഒലീവ് ബ്രാഞ്ച് അറൗണ്ട് ദ സ്വോർഡ് എന്ന് പറയുന്നത് വില്ലിനെസ് ടു മേക്ക് പീസ്. ആൻഡ് റേസ് ഓഫ് റേസിംഗ് സൺ, ബിഗിനിങ് ഓഫ് ന്യൂ ഇയർ. Now question number 35. Anu was reading in a textbook about Greece War of Independence. Nationalists in Greece got support from many Western Europeans who had sympathies for ancient Greek culture. Finally, Greece was recognized as an independent nation through Treaty of Constantinople. അല്ലേ, നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്തായിരുന്നു അണ്ടർ ദ ടോപ്പിക് ഗ്രീക്ക് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. ഇൻ വിച്ച് ഇയർ ദിസ് ട്രീറ്റി വാസ് സൈൻഡ്? ഏത് ഇയറിലാണ് ട്രീറ്റി ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ സൈൻ ചെയ്തത്? 1832, 1833, 1834, 1835. കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്, 1832. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 36. ഇത് നമ്മൾ കുറച്ച് മുമ്പ് ചെയ്ത പോലെ നിങ്ങൾക്ക് കുറച്ച് ക്ലൂ വന്നിട്ടുണ്ടായിരിക്കും. ആ ക്ലൂ വെച്ചിട്ട് നിങ്ങളവിടെ ക്രോപ്പ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ക്ലൂ ഇതാണ്: ഇറ്റ് റിക്വയർസ് എ കൂൾ ഗ്രോയിങ് സീസൺ ആൻഡ് ബ്രൈറ്റ് സൺഷൈൻ അറ്റ് ദ ടൈം ഓഫ് റൈപ്പനിങ്. ആൻഡ് സെക്കൻഡ് ക്ലൂ, ഇറ്റ്സ് എ റാബി ക്രോപ്പ്. വീറ്റ്, മെയ്സ്, കോട്ടൺ. ഇവിടെ MAI എന്നാണ്, ഇവിടെ ഐ മിസ്സായിട്ടുണ്ട്. വീറ്റ്, മെയ്സ്, കോട്ടൺ ഓർ റൈസ്. ഏതാണ് കറക്റ്റ് ആൻസർ? ആൻസർ കിട്ടിയെന്ന് വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, വീറ്റ്. ഓക്കെ, നെക്സ്റ്റ് വൺ. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓൺ ദ ടേം റിസോഴ്സ് ആൻഡ് റൈറ്റ് ദ കറക്റ്റ് ആൻസർ യൂസിങ് ദ ഫോളോയിങ് കോഡ്സ്. ഇറ്റ് ഈസ് ടെക്നോളജിക്കലി ആക്സെപ്റ്റബിൾ, it is economically feasible, culturally acceptable and is present in a large quantity. നമ്മൾ ആ ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ പഠിച്ച കാര്യമായിരുന്നു. റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ചാപ്റ്ററിൻ്റെ തുടക്കത്തിൽ നമ്മൾ റിസോഴ്സിനെ കുറച്ച് ഫീച്ചേഴ്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഓരോന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ടെക്നോളജിക്കലി ആക്സെപ്റ്റബിൾ, നമ്മളിങ്ങനെ കാര്യം പഠിച്ചിട്ടുണ്ടോ? നോ. ടെക്നോളജിക്കലി ആക്സസിബിൾ ആണ്, നോട്ട് അക്സെപ്റ്റബിൾ. സോ ഇറ്റ്സ് റോങ്. ദെൻ എക്കണോമിക്കലി ഫീസിബിൾ, കറക്റ്റ്. കൾച്ചറലി ആക്സെപ്റ്റബിൾ, ദാറ്റ് ഓൾസോ കറക്റ്റ്. ഇറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ലാർജ് ക്വാണ്ടിറ്റി. അതൊരു എസെൻഷ്യൽ ഫീച്ചർ അല്ല. ചിലപ്പോൾ ചില റിസോഴ്സ് ലാർജ് ക്വാണ്ടിറ്റിയിലാവണം നിർബന്ധമില്ല. ചിലപ്പോൾ സ്മോൾ ക്വാണ്ടിറ്റി ആണെങ്കിൽ പോലും പ്രഷ്യസ് ആയിരിക്കും. സോ കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 2 and 3 വരുന്നതാണ്. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 38. ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് ക്ലാസിഫിക്കേഷൻ ഓഫ് റിസോഴ്സസ് ഓൺ ദ ബേസിസ് ഓഫ് ഓണർഷിപ്പ്. Resource can be owned by individuals, owned by community, owned by tribal people, can be owned internationally. ഏതായിരിക്കും കറക്റ്റ് വരുന്നത്? നമുക്ക് ഈ 4 ഓപ്ഷനാണ് അവിടെ തന്നിട്ടുള്ളത്.
ആൻസർ കിട്ടി വിചാരിക്കുന്നു. കറക്റ്റ് ആൻസർ വരുന്നത് 1 ഈസ് കറക്റ്റ്, 2 ഈസ് കറക്റ്റ്, തേർഡ് ആൾസോ കറക്റ്റ്, ഫോർത്ത് 1 ഈസ് റോങ്. ഇൻ്റർനാഷണലി അങ്ങനെ ഒരു ഓൺ ചെയ്യുന്നത് നമുക്ക് ഓൺ ദ ബേസ് ഓഫ് ഓണർഷിപ്പിൽ വരുന്നില്ല. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് 1, 2 ആൻഡ് 3. Now, question number 39, again one assertion reason question. Reason ഇങ്ങനെയാണ്, assertion അത് ഇങ്ങനെയാണ്: when power is taken away from central and state government and given to local government, it is called decentralization. നമുക്ക് അറിയുന്ന കാര്യമാണല്ലോ, നമ്മളെ ചാപ്റ്ററിൻ്റെ അവസാനം പഠിച്ച ടോപ്പിക്കായിരുന്നു ഡീസെൻട്രലൈസേഷൻ, അതുപോലെ ഡീസെൻട്രലൈസേഷൻ ആക്റ്റും ഒക്കെ. സോ സെൻട്രൽ ഗവൺമെൻറ്റും സ്റ്റേറ്റ് ഗവൺമെൻറ്റും അവരുടെ പവേഴ്സിന് കുറച്ച് ലോക്കൽ ബോഡീസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് decentralization. So assertion is correct. Now let's see reason. The basic idea behind decentralization is that there are lot of problems and issues which are best settled at the local level. നമുക്ക് പല ഇഷ്യൂസും ലോക്കൽ ലെവലിൽ തന്നെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ റീസൺ ആൾസോ കറക്റ്റ്. ഇനി നമുക്ക് നോക്കേണ്ടത് നമ്മൾ റിലേഷൻ ഉണ്ടോ എന്നുള്ളതാണ്. റിലേഷൻ വരുന്നില്ലേ? കാരണം ഇതിൽ പറയുന്ന ഡീസെൻട്രലൈസേഷനെ കുറിച്ചാണ്. നമ്മൾ ഡീസെൻട്രലൈസേഷൻ കൊണ്ടുവരുന്നത് എന്തിനാണ്? ടു ഹെൽപ്പ് local body. So both are some relation also. So correct answer ഏതായിരിക്കും? Both A and R are true and R is the correct explanation of A. So answer A is, option A is correct. Now question number 40, one picture based question. ഞാൻ പ്രത്യേകം ഒന്നും പറയുന്നില്ല, നമ്മൾ പറഞ്ഞു ഓൾറെഡി നമ്മൾ വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു all the picture based question. So കറക്റ്റ് ആൻസർ വരുന്നത് ഒട്ടോ ആൻഡ് ബിസ്ക്, ഓപ്ഷൻ എ ആണ്. എക്സ്പ്ലനേഷൻ അറിയണമെങ്കിൽ ജസ്റ്റ് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അത് നമ്മൾ ഓരോ പിക്ചർ എടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 41. റീഡ് ദ ഫോളോയിങ് ഡേറ്റ ഇൻഫർമേഷൻ കെയർഫുള്ളി ആൻഡ് സെലക്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആൻസർ ഫ്രം ദ ഗിവൺ ഓപ്ഷൻ. ഇവിടെ നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ഏകദേശം അതേ ടേബിൾ തന്നെയാണ്. അതായത് നമ്മുടെ ക്രൂഡ് ഓയിൽ റിസർവിനെ പറ്റിയുള്ളൊരു ടേബിളാണിത്. ഫസ്റ്റ് കോളത്തിൽ നമുക്ക് കുറച്ച് ചില കൺട്രിയുടെ പേരോ അല്ലെങ്കിൽ റീജിയനോ കാണാൻ പറ്റും. സെക്കൻഡ് കോളത്തിൽ 1000 മില്യൺ ബാലൻസിലുള്ള റിസർവ്സ് കൊടുത്തിട്ടുണ്ട് ആസ് പെർ 2013 റിപ്പോർട്ട്. ആൻഡ് നമ്പർ ഓഫ് ഇയേഴ്സ് ദീസ് റിസർവ് വിൽ ലാസ്റ്റ്, എത്ര വർഷം ഈ റിസർവ് അവിടെ ഉണ്ടാവും എന്നുള്ള കാര്യം കൊടുത്തിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. റീന വാണ്ട്സ് ടു ബൈ എ കാർ ഫോർ ഹെർസെൽഫ്. വെൻ ഷീ റീഡ് ദ above given table and data given there, she dropped her idea of buying a car that runs on petrol. Now she is planning to buy a electric car. അല്ലേ, നമുക്കറിയാലോ പെട്രോൾ ഡീസലിനൊക്കെ വില ഡെയിലി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഹെൽപ്പ് ഹർ ടു കാൽക്കുലേറ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ റിസർവ്സ് ഓഫ് USA ആൻഡ് മിഡിൽ ഈസ്റ്റ്. ഇത്രയേ ഉള്ളൂ. ഈ കുട്ടിക്ക് അറിയേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. മിഡിൽ ഈസ്റ്റിലെയും USAയിലെയും ആ ഒരു റിസർവ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് അറിയേണ്ടത്. ഡിഫറൻസ് പറയുമ്പോൾ എന്താ ചെയ്യേണ്ടി വരിക? അവിടെ യു ഹാവ് ടു സബ്സ്ട്രാക്ട്. അതായത് മിഡിൽ ഈസ്റ്റിലെ റിസർവ്സും ദിസ് വൺ, അതുപോലെ USAയിലെ റിസർവ്, ഇത് തമ്മിലെ ഡിഫറൻസ് ആണ് കാണേണ്ടത്. നമുക്ക് റീസെർച്ച് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റൻ അല്ലേ. ജസ്റ്റ് -40.2 ഫ്രം 808.5. ഇവിടെ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് ഇതായിരിക്കും, ഓപ്ഷൻ സി 764.3. Now 42. Ramya wants to conduct election in Panchayat. How many seats are reserved for women in Panchayat Raj bodies that make us chance of winning the seat? അതായത് വിമൻസിന് വേണ്ടി എത്ര സീറ്റാണ് നമ്മൾ പഠിച്ച കാര്യമായിരുന്നല്ലോ ഈ ലോക്കൽ ബോഡീസ് റിസർവ് വെച്ചിട്ടുള്ളത്. 1/4 ആണോ, 1/6 ആണോ, 1/3 ആണോ, ഓർ ഹാഫ് ഓഫ് ദ സീറ്റ്? ആൻസർ കിട്ടുമെന്ന് വിചാരിക്കുന്നു. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. 1/3 ഓഫ് സീറ്റ്സ് ആർ റിസർവ്ഡ് ഫോർ വിമൻ കാൻഡിഡേറ്റ്സ്. Now question number 43. Which is the method of checking soil erosion? ഇവിടെ ചെക്കിംഗ് എന്ന് പറയുന്നത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ക്ലാസ് സമയത്ത്. ചെക്കിംഗ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ, സോയിൽ ഇറോഷൻ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മെത്തഡാണ് ചോദിച്ചിട്ടുള്ളത്. സ്ട്രിപ്പ് ക്രോപ്പിംഗ്, ടെറസ് ഫാമിംഗ്, കോണ്ടൂർ പ്ലവിംഗ്, ഓൾ ഓഫ് ദിസ്. പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, എല്ലാ ആൻസറും കറക്റ്റാണ്. സോ ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് വൺ, ഓൾ ഓഫ് ദീസ്. Now question number 44. He was a chief minister and chief architect of the movement for national unification of Prussia. അതായത് ജർമ്മനിയുടെ കാര്യമാണ് പറയുന്നത്. കൈസർ വില്യം, ഒട്ടോൻ ബിസ്മാർക്ക്, ഹിറ്റ്ലർ, മസീനി. ആൻസർ കിട്ടിയിട്ടുണ്ടായിരിക്കും കൈസർ വില്യം 1. Now question number 45. Again one assertion reason type. Assertion ഇങ്ങനെയാണ്: ഇന്ത്യ ഈസ് ആൻ അഗ്രേരിയൻ കൺട്രി. കറക്റ്റ് അല്ലേ?
റീസൺ ഇങ്ങനെയാണ്, മെജോറിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ആർ ഇൻ ടു അഗ്രികൾച്ചർ. അതും കറക്റ്റാണ്. ഇനി ഇത് നമ്മുടെ കണക്ഷൻ വരുന്നുണ്ടോ? നല്ല കണക്ഷൻ വരുന്നില്ലേ? ഒരുപാട് പേര് അഗ്രികൾച്ചർ എൻഗേജ് ആയത് കൊണ്ടാണ് ഇന്ത്യ ഈസ് നോൺ ആസ് അഗ്രീരിയൻ കൺട്രി. സോ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ബോത്ത് എ ആൻഡ് ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 46. ജർമ്മനി വാസ് യൂണിഫൈഡ് ബൈ മിലിറ്ററി ആക്ഷൻസ് വഴിയാണോ, റെവല്യൂഷണറി അപ്സർജ് വഴിയാണോ, പെസൻസ് അപ്രൈസിംഗ് വഴിയാണോ, ഓർ ത്രൂ ലിബറൽസ് റെവല്യൂഷൻ? ഏത് വഴിയിലൂടെയാണ് ജർമ്മനിയെ യൂണിഫൈ ചെയ്തത്? നമുക്കറിയുന്ന കാര്യമാണ് ത്രൂ മിലിറ്ററി ആക്ഷൻ. ഒരുപാട് വാസുമായിട്ട് നടന്നിട്ടുണ്ടല്ലോ. സോ ത്രൂ മിലിറ്ററി ആക്ഷൻ. ഇനി നമുക്ക് വരുന്ന സെക്ഷൻ സി ആണ്, അതായത് കേസ് ബേസ്ഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾക്കറിയാം ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ബട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടത് ഏതെങ്കിലും 10 ക്വസ്റ്റ്യൻസ് മാത്രമാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, ആ ക്വസ്റ്റ്യൻ നമുക്ക് സ്കിപ്പ് ചെയ്യാം. ഞാൻ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ഈ ഒരു വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ അവിടെ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. നമുക്കിനി മറ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നിങ്ങൾക്ക് വായിച്ചിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക, പാസേജും വായിക്കുക. നിങ്ങൾക്ക് ആൻസർ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ്, ഐ വിൽ പുട്ട് ദി ആൻസർ കീ. ഇനി സെക്ഷൻ ഡി നമുക്കറിയാം, അവിടെ നിങ്ങൾക്ക് മാപ്പ് ക്വസ്റ്റിന് വേണ്ടി മാത്രമുള്ള സെക്ഷനാണ്. ടോട്ടൽ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. 2 ക്വസ്റ്റ്യനും കമ്പൽസറി ആണ്. ഓൺ ദി ഔട്ട്ലൈൻ മാപ്പ് ഓഫ് ഇന്ത്യ, എ ഈസ് മാർക്ഡ് ആസ് എ ടൈപ്പ് ഓഫ് സോയിൽ. ദിസ് വൺ. ഇവിടെയും വരുന്നുണ്ട്. ഇത് ഏത് സോയിലാണ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ലാറ്ററി സോയിലാണോ, മൗണ്ടൻ സോയിലാണോ, റെഡ് സോയിലാണോ, നൺ ഓഫ് ദീസ്. ഈസി ക്വസ്റ്റ്യൻ ഞാൻ വിചാരിക്കുന്നു. കറക്റ്റ് ഓപ്ഷൻ വരുന്നത് മൗണ്ടൻ സോയിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. Now on the same political map of India, B is marked as a dam. Identify from the option. This one. നമുക്കറിയാം അവിടെ വരുന്ന ഡാം എന്ന് പറയുന്നത് ഏതായിരിക്കും? നാഗാർജുന സാഗർ, ബക്രാനങ്കൽ, ഹിരാക്കുഡ്, തഹരി. കറക്റ്റ് ആൻസർ നാഗാർജുന സാഗറാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറും അതുപോലെ വർക്ക്ഷീറ്റും എല്ലാം വർക്കൗട്ട് ചെയ്യുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യുന്നു, നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻ അറിയുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ മാത്രം റിവൈസ് ചെയ്യാതെ ആ ക്വസ്റ്റ്യൻ വരുന്ന എൻ്റെ ഏരിയ ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.